സ്നേഹമുള്ളവരെ, നോമ്പ് കാലത്തേക്ക് നാം പ്രവേശിക്കാൻ നഷ്ടപ്പെട്ടു പോയതിനെ കൈമോശം വന്ന ചില നന്മകളെ തിരികെ പിടിക്കാനുള്ള ഒരു കാലഘട്ടമായി ഞാൻ ഇതിനെ കാണുന്നു. നമ്മുടെ തന്നെ ചില പ്രവൃത്തികൾ, ചില തീരുമാനങ്ങളൊക്കെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം, അതിലെല്ലാം ഉപരി കർത്താവിന്റെ പെസഹാരത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള 40 ദിവസങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തില് ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്യമുണ്ട്: രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈശോയുടെ കാലത്ത് ചിലരുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഒക്കെ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടതായപ്പോഴത്തേക്കും ഈശോ പറഞ്ഞു തന്ന ഒരു മെത്തേഡാണിത്. ആരോടും അറിയാത്ത ഞാൻ എന്റെ ദൈവവും മാത്രം അറിയുന്ന ചില നന്മകൾ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കലാവുമ്പോഴത്തേക്കും അവിടെ ചില നുണയും വെറുപ്പും അല്പത്തിലൊക്കെ കാണാൻ പറ്റും. അതിനൊക്കെ പരിഹരിക്കാനുള്ള ഒരു രീതിയാണ് ഈശോ പറഞ്ഞത്: ആരോടും കൊട്ടിഘോഷിക്കപ്പെടാത്ത ചില പുണ്യകർമ്മങ്ങൾ. ഒരു കാര്യം കൂടി ചെയ്താൽ നമ്മുടെ ഈ നോമ്പുകാലത്തേക്കുള്ള ഒരുക്കം വലിയൊരു കാര്യമാകും ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റിയ, കുറച്ചുകൂടി നന്നായി സംസാരിക്കാൻ പറ്റിയ, കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറാൻ പറ്റിയ, കുറച്ചുകൂടി സമയം ഒരുമിച്ചിരിക്കാൻ പറ്റിയ, അത് തന്നെയായിരിക്കും ഈ നോമ്പുകാലത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഒരുക്കം. അതിന് ദൈവം നമുക്ക് സഹായിക്കട്ടെ.